ഭർത്താവിന് ഡോക്ടറേറ്റും ഞാൻ 10ാം ക്ലാസ്സും സിനിമയ്ക്ക് മുമ്പ് ചെയ്ത ജോലികളും ബിസിനസ്സും. ലക്ഷ്മി. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. സിനിമാ ടെലിവിഷൻ രംഗത്ത് സുപരിചിതയാണ് നടി ലക്ഷ്മി രാമകൃഷ്ണൻ. ഒരുപിടി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിക്കാൻ ലക്ഷ്മി രാമകൃഷ്ണന് സാധിച്ചു. ടെലിവിഷൻ ഷോകളിലും ലക്ഷ്മി സാന്നിധ്യം അറിയിച്ചു. രാമകൃഷ്ണൻ എന്നാണ് നടിയുടെ ഭർത്താവിന്റെ പേര്. 18ാം വയസ്സിലായിരുന്നു വിവാഹം. ഇപ്പോഴിതാ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ലക്ഷ്മി രാമകൃഷ്ണൻ. സിനിമാ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഫാഷൻ, ഇന്റീരിയർ ഡിസൈനിങ്, ഇവന്റ് മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലെല്ലാം ലക്ഷ്മി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് നടി വിശദീകരിച്ചു. എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. കാരണം വലിയ കുടുംബത്തിൽ ഞാൻ അപ്രസക്തയായിരുന്നു. എന്റെ വിവാഹ നിശ്ചയമായപ്പോഴേക്കും അദ്ദേഹം വലിയ സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ 10ാം ക്ലാസ് പാസ്സായ ആളും. എന്റേതായ സ്പേസിൽ ഞാൻ തിളങ്ങുന്നുണ്ട്. പക്ഷേ പുറത്തു വന്നാൽ ഞാൻ ആരുമല്ല. പ്രത്യേകിച്ചും വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ. പഠിക്കുന്നെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ വീട്ടുജോലികൾ പഠിച്ചോ എന്ന മനോഭാവം. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് വന്നത്. അടുത്തുള്ള ബാങ്കിൽ പോയി ലോൺ എടുത്തു. സംരംഭക എന്ന നിലയിൽ ഞാൻ വിജയിയായിരുന്നു. പക്ഷേ ജോലി US മാറ്റാൻ ഭർത്താവ് തീരുമാനിച്ചു. അതോടെ എനിക്ക് ബിസിനസ് വിടേണ്ടി വന്നു. അവിടെ ഫാഷൻ ഡിസൈനിങ്ങിന് സാധ്യതകളില്ല. അപ്പോൾ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു. വെക്കേഷൻ ക്യാമ്പുകൾ തുടങ്ങി. സുഹൃത്തുക്കളുടെ കുട്ടികളെ വെച്ച് തുടങ്ങിയ ഈ പദ്ധതി പിന്നീട് വലിയ വിജയമായെന്നും ലക്ഷ്മി രാമകൃഷ്ണൻ വ്യക്തമാക്കി. നല്ല അമ്മയും ഭാര്യയുമായാൽ ഇങ്ങനെയായിരിക്കണം എന്ന സ്റ്റീരിയോ ടൈപ്പുണ്ട്. കൂട്ടുകാർ പോലും നമ്മൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തും. അമ്മയും അച്ഛനും മക്കൾക്ക് 2 തരത്തിലായിരിക്കും. അച്ഛൻ ചെറിയ എന്തെങ്കിലും കാര്യം ചെയ്താൽ അത് മഹത്തരമാണ്. എന്നാൽ അമ്മ ജീവൻ കൊടുത്താൽ പോലും അവരത് ചെയ്യേണ്ടതാണ് എന്ന മനോഭാവം. എത്രമാത്രം മനസ്സിലാക്കുന്ന കുട്ടികളായാലും അമ്മയോട് അവർ ആ സ്വാതന്ത്ര്യം എടുക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കും. ഏതിൽ വേദനിക്കണം വേദനിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എന്റെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിച്ചാൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. അതിന് ഏതറ്റം വരെയും താൻ പോകുമെന്നും ലക്ഷ്മി വ്യക്തമാക്കി. അനാവശ്യമായി തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ടെന്നും ലക്ഷ്മി പറയുന്നു. എന്റെ വിഡ്ഢിത്തം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ കൊടുക്കാതെ എന്റെ അഭിമുഖം നൽകാൻ പറ്റുമോ? ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് താൻ മനസ്സിലാക്കണമായിരുന്നു. എന്നെ ഒരു സിനിമയിൽ കളിയാക്കിയപ്പോൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. താൻ പ്രകോപിതയാകരുതായിരുന്നെന്നും ലക്ഷ്മി രാമകൃഷ്ണൻ പറയുന്നു. നമുക്ക് നേരെ ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും വന്നാൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് കാര്യങ്ങൾ നേരെയാകും. ഇമോഷണൽ ആകുമ്പോൾ ഒന്നും മനസ്സിലാകില്ല. അപ്പോഴാണ് തെറ്റുകൾ ചെയ്യുന്നത്.